സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നേരിട്ട യാത്രാദുരിതങ്ങളും സ്വന്തം നാടായ താബോറിന്റെ ഓർമ്മകളും പങ്കുവച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ. ഉദയഗിരി ഗ്രാമപഞ്ചായത്തിന്റെയും പ്രത്യാശ UP സ്കൂളിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൗരസ്വീകരണ ചടങ്ങിലായിരുന്നു മന്ത്രി ബാല്യകാല അനുഭവങ്ങൾ പങ്കുവച്ചത്. താബോറിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൈർഘ്യമേറിയ യാത്ര, അന്നത്തെ ഗതാഗത സൗകര്യങ്ങളുടെ പരിമിതികൾ, വിദ്യാർത്ഥി ജീവിതത്തിലെ അനുഭവങ്ങൾ എന്നിവ മന്ത്രി അനുസ്മരിച്ചു. നാട്ടിലെ സാമൂഹിക അന്തരീക്ഷവും വിദ്യാഭ്യാസം നേടിയ കാലത്തെ ഓർമ്മകളും ചടങ്ങിൽ സന്നിഹിതരുമായി പങ്കുവച്ച മന്ത്രി സ്വന്തം നാടിനോടുള്ള ആത്മബന്ധവും ചടങ്ങിൽ എടുത്തു പറഞ്ഞു. ഒരല്പം തിരക്കാക്കുന്നത് എല്ലാവരും സദയം ക്ഷമിക്കണം എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഈ ഉദയഗിരി പ്രത്യാശ UP സ്കൂളിൻ്റെ മണ്ണിലേക്ക്, ഉദയഗിരിയുടെ മണ്ണിലേക്ക് വീണ്ടും എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു വരവ് എന്തായാലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സാധാരണ വിദ്യാർത്ഥിയായി താബോർ മലയിൽ നിന്നും ഈ ഉദയഗിരിക്ക് വന്ന് പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. എൻ്റെ വീട് താബോറിലൊരറ്റത്ത് മുണ്ടേരിത്തട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. ആ പ്രദേശത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ നല്ല ബോധ്യമുണ്ടാവും. ആ കാലഘട്ടത്തിൽ, ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും നമുക്ക് അവിടുന്ന് ഇവിടെ വന്ന് പോകുവാനായിട്ടുള്ള മറ്റ് യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് അവിടുന്ന് രാവിലെ നടന്ന് സ്കൂളിൽ വരിക, വൈകുന്നേരം തിരിച്ച് നടന്ന് വീട്ടിൽ പോവുക എന്ന മാർഗം മാത്രമേ ഉള്ളൂ. ഇന്ന് കാണുന്ന തരത്തിലുള്ള, ഇന്നിപ്പോൾ മക്കാടം റോഡൊക്കെയായി. അന്ന് മക്കാടവും ഇല്ല, അന്ന് ടാറും ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് ഏതാണ്ട് താളിപ്പാറ വരെ അത്യാവശ്യം റോഡുണ്ട്. താളിപ്പാറ കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്കൊരു നടവഴിയാണ്. ആ നടവഴിയിലൂടെ ഒരു കല്ലിൽ നിന്നും അടുത്ത കല്ലിൽ ചവിട്ടി വീട്ടിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. രാവിലെ സ്കൂളിലേക്ക് വരാൻ വളരെ എളുപ്പമാണ്. കാരണം മല ഇറങ്ങാൻ സുഖമാണ്, വലിയ പ്രശ്നമില്ല. പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തും. ഒരു 3/4 മണിക്കൂർ നടന്നാൽ അവിടുന്ന് ഇവിടെ എത്തുമായിരുന്നു. പക്ഷെ വൈകുന്നേരം തിരിച്ച് പോവുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇവിടുന്ന് സ്കൂൾ വിട്ടാൽ വീട്ടിലെത്തുമ്പോൾ ഒരു നേരമാവും. അങ്ങനെ വലിയ ആ കുന്നും മലയുമൊക്കെ എല്ലാ ദിവസവും എന്ന വണ്ണം 3 വർഷം ഇവിടെ കയറി ഇറങ്ങി. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് താബോർ സ്കൂളിലായിരുന്നു. അതിനുശേഷം UP സ്കൂളിലാണ് 4, 5, 6, 7 ക്ലാസ്സുകളിലാണ് ഇവിടെ ഉദയഗിരിയിൽ പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂളിൽ ഞാൻ പോയത് തിരുമേനി സൈഡിലാണ്, തിരുമേനി സ്കൂളിലാണ്. അവിടെയും ഞങ്ങൾക്ക് താബോറുകാർക്ക് മല ഈ ഭാഗത്തേക്ക് ഇറങ്ങിയാൽ ഉദയഗിരി, മറുവശത്തേക്ക് ഇറങ്ങിയാൽ തിരുമേനി, എവിടേക്കായാലും മല കയറിയും ഇറങ്ങിയും മാത്രമേ അന്ന് മാർഗമുണ്ടായിരുന്നുള്ളൂ. മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവിടെ 3 വർഷക്കാലം പഠിച്ചു. ഇവിടെ പറഞ്ഞ അത്യാവശ്യം തെറ്റില്ലാത്ത പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ ടീച്ചർമാരെയൊക്കെ പേടിച്ചിട്ടായിരുന്നു. കുഞ്ഞമ്മ ടീച്ചറിനെയൊക്കെ അടി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് സ്കൂളിൽ നിന്ന് അടി കിട്ടിയാലേ വീട്ടിൽ ചെന്ന് പറയാൻ പറ്റൂല. കാരണം സ്കൂളിൽ നിന്ന് അടി കിട്ടിയെന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നും കൂടെ വേറെ കിട്ടും. മമ്മി ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല, മമ്മിയുടെ കയ്യിൽ നിന്ന് വേറെയും കിട്ടുമായിരുന്നു. അപ്പോൾ കാരണം അങ്ങനെ നമ്മളൊക്കെ ആ മലയോര കർഷകരുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എല്ലാം അനുഭവിച്ച് തന്നെയാണ് നമ്മളെല്ലാവരും കടന്നു വന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനായിട്ടുള്ള ഏക മാർഗം എന്ന് പറയുന്നത് നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ നിന്നും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ ഈ പരിമിതികളിൽ നിന്നൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ഏക മാർഗം മികച്ച വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങൾ 3 മക്കളാണ്, ഞാൻ ഏറ്റവും ഇളയാളാണ്. അപ്പോൾ ഞങ്ങളെ 3 പേരെയും ഏറ്റവും നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അവരൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ പണിയെടുത്തിട്ടുണ്ട്. എന്താ പറയുന്ന പണം, അന്നൊക്കെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ ആ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളെ പരമാവധി പഠിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവരൊക്കെ മുന്നോട്ട് പോയിട്ടുള്ളത്. അവരുടെ കഷ്ടപ്പാടിൻ്റെയും വേർപ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടാണ് ഞാനൊക്കെ ഇന്നിവിടെ ഇതുപോലെ നിൽക്കുന്നത്. എന്തായാലും അന്ന് ഇവിടെ നല്ല രീതിയിൽ പഠിച്ച് സ്കൂളിൽ മറ്റെല്ലാ വിദ്യാർത്ഥികളെയും പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ കാണുന്ന ഈ സ്കൂൾ ബിൽഡിംഗ് അല്ല, അന്ന് പഴയ ബിൽഡിംഗ്, ഓടിട്ട ഒറ്റനില ബിൽഡിംഗ് ആയിരുന്നു. രാജേഷൊക്കെ ഇവിടെ, എൻ്റെ കൂടെ പഠിച്ച രാജേഷൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റനില ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു, പഴയ ബിൽഡിംഗ് ആയിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അന്ന് അതൊക്കെ വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ്. അന്ന്
പൊതിച്ചോറുമായിട്ട് വരിക, ഉച്ചയ്ക്ക് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തോട്ടിൽ പോവുക, പിന്നെ അത്യാവശ്യം സ്കൂളിൽ ആ സമയത്ത് വിദ്യാർത്ഥികൾ നടത്തുന്ന എല്ലാ കലാപരിപാടികളും അത്യാവശ്യം കുസൃതിയും ഒക്കെയുള്ള ഒരു സാധാരണ വിദ്യാർത്ഥി തന്നെയായിരുന്നു. ഇവിടെ പക്ഷേ അന്നും നമ്മുടെ മനസ്സിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം എന്ന ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തെ സ്കൂളിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ പത്രം വായിക്കുകയും രാഷ്ട്രീയത്തോടും ഭരണ സംവിധാനത്തോടും ഒക്കെ താല്പര്യം തോന്നുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. 130, 140 രൂപയുടെ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ മഹാമേള സക്സസ് കോട്ടൺ ബസാർ ചെറുപുഴ. ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ആവശ്യമായ എല്ലാവിധ വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരം ചെറുപുഴയിൽ നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു. 130, 140 രൂപയുടെ മികച്ച ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ മറ്റെങ്ങും കിട്ടാത്ത വിലക്കുറവിൽ സ്വന്തമാക്കാം. ഷർട്ടുകൾ, ഫ്രോക്ക്, നൈറ്റ് പാന്റുകൾ, ടോപ്പുകൾ, ലെഗിൻസ്, ജീൻസുകൾ, കുട്ടികളുടെ ഉടുപ്പുകൾ, ന്യൂ ബോൺ ബേബി സെറ്റുകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കളക്ഷനുമായി വിലക്കുറവിന്റെ വസ്ത്രമേള സക്സസ് കോട്ടൺ ബസാർ, ഓപ്പോസിറ്റ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ചെറുപുഴ.